എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് MG യൂണിവേഴ്സിറ്റി UG CAP ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചു. അതായത് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമിൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് ഈ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ഷെഡ്യൂളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഓരോ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്, ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, ട്രയൽ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് എന്നുള്ളത്, ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഈ ഒരു UG CAP ഷെഡ്യൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 15/5 ഈ ഒരു അപേക്ഷ ആരംഭിച്ചത് 15/5/2024 അതുപോലെ ഈ ഒരു അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 7/6/2024 അതായത് ഈ ഒരു ജൂൺ 7-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷ ഫൈനൽ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു 7/6/2024 4 മണി വരെ 4 PM വരെയാണ്. അതുപോലെ തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ട്രയൽ അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂൺ 12-ാം തീയതിയും. അതുപോലെ ഡാറ്റ മോഡിഫിക്കേഷൻ, അതുപോലെ തന്നെ അത് എന്ത് എഡിറ്റിംഗ് ആയാലും, അതുപോലെ തന്നെ അപ്ലിക്കൻ്റ് റീഅറേഞ്ച്മെൻറ്റ്, അതുപോലെ അഡിഷൻ, ഡിലീഷൻ ഓഫ് ഓപ്ഷൻ, അതുപോലുള്ള ഫുൾ ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു ജൂൺ 12 മുതൽ ജൂൺ 13-ാം തീയതി ആ ഒരു ഡേറ്റ് വരെയാണ്. അതായത് ഈ ഒരു 13/6/2024 മുതൽ 12/6/2024 മുതൽ 13/6/2024 തീയതി വരെയാണ് ഈ ഒരു അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താനും അതുപോലെ എന്തെങ്കിലും എഡിറ്റിങ്ങുകളൊക്കെ വരുത്താൻ സാധിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 18-നും ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് ഉറപ്പാക്കുന്നതിനായിട്ട് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരുന്നാൽ വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഈ ഒരു ജൂൺ 18 മുതൽ 19-ാം തീയതി വൈകിട്ട് 4 മണി വരെയാണ്. അതുപോലെ അഡ്മിഷൻ ഇൻ കോളേജസ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഫീ ടു ദ കോളേജസ് ഈ ഒരു അഡ്മിഷൻ കോളേജിൽ പോയിട്ട് എടുക്കേണ്ടതും ഇതേ ഡേറ്റിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ മോഡിഫിക്കേഷൻ ചെയ്യാൻ റീഅറേഞ്ച്മെൻറ്റും അതുപോലെ ഡിലീഷൻ ചെയ്യാനുള്ള ഏതെങ്കിലും ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരം ഈ ഒരു ജൂൺ 20-ാം തീയതിയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ജൂൺ 24-ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം ഓരോ അലോട്ട്മെൻറ്റ് SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അലോട്ട്മെൻറ്റുകൾ, അതുപോലെ തന്നെ മറ്റ് അലോട്ട്മെൻറ്റുകൾ എന്നിങ്ങനെയുള്ള ഈ ഒരു SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ. ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക ജൂലൈ 17 മുതൽ ഈ ഒരു ജൂലൈ 19-ാം തീയതി വരെയാണ്. അതായത് ഈ ഒരു +2 സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടത്തിലാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കാരണം കുറേ ഈ ഒരു ഡീറ്റെയിൽസ് ഉള്ളത് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വായിച്ച് നോക്കിയാൽ മതി. ഇനി അടുത്തത് കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയുടെ അപ്പോൾ അടുത്തതായിട്ട് സ്പോർട്സ് കോട്ട, കൾച്ചറൽ കോട്ട, അതുപോലെ PD കോട്ട, കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട എന്നിവയിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ട, സെൻട്രൽ, അതുപോലെ കൾച്ചർ കോട്ട, അതുപോലെ PD കോട്ട എന്നിവയിലേക്കുള്ള അപേക്ഷ ഓൺലൈനായിട്ട് നിങ്ങൾ CAP രജിസ്ട്രേഷൻ ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സ്കൂളുകളിൽ അപേക്ഷ നൽകുകയും ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 7/6/2024 അതായത് ജനുവരി 7-ാം തീയതിയാണ്. അതിൻ്റെ ആ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 11-ാം തീയതിയും. വെരിഫിക്കേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ക്രെഡൻഷ്യൽ ബൈ കോളേജ്, നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കോളേജ് പരിശോധിച്ചിട്ട് ആ ഒരു വെരിഫൈ ചെയ്യുന്നത് ഈ ഒരു 11/6 തീയതി മുതൽ അതുപോലെ 12/6 വരെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ജൂൺ 11 മുതൽ 12 വരെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂൺ 13-ാം തീയതിയാണ്. അഡ്മിഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ 13 തൊട്ട് 14 വരെയും. അതുപോലെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് എൻട്രി അഡ്മിറ്റഡ് സ്റ്റുഡൻറ്റ്, നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് പൂരിപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്, നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ആ ഒരു ഡീറ്റെയിൽസ് നൽകണം. അത് ഈ ഒരു ഓൺലൈൻ പോർട്ടൽ വഴി നൽകേണ്ടത് ഈ ഒരു 14-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ്. ഈ ഒരു ജൂൺ 14-ാം തീയതി മുതൽ ഓഗസ്റ്റ് 9-ാം തീയതി വരെയാണ് ആ ഒരു ഡേറ്റ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി ആ ഒരു റാങ്ക് കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ടയിലുള്ള ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള ആ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലുള്ള പ്രവേശനം എന്ന് പറയുന്നത് ഈ ഒരു 7-ാം തീയതിയാണ് അതിനുള്ള അപേക്ഷകൾ നൽകേണ്ടത്. ജൂൺ 7-ാം തീയതി വരെയാണ് അതിനുള്ള അപേക്ഷ കൊടുക്കാൻ പറ്റുക. അതിൻ്റെ ആ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ജൂൺ 12-ാം തീയതി. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 18-ാം തീയതി, ജൂൺ 18-ാം തീയതി. സെക്കൻഡ് അലോട്ട്മെൻറ്റ് 24-ാം തീയതി. അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റ് 28-ാം തീയതിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെറിറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാലും ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മെറിറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഓരോ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അതുപോലെ തന്നെ ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്യേണ്ട അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റും നൽകിയിട്ടുണ്ട്.
അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആ ഒരു ഫീസ് അടച്ചുകൊണ്ട്, അതായത് യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ഫീസ് അടച്ചുകൊണ്ട് ആ ഒരു സീറ്റ് ഉറപ്പുവരുത്തുകയും അതുപോലെ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യണം. താൽക്കാലിക അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷനും ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനും അതുപോലെ സെക്കൻഡ് ഓപ്ഷനോ അതിന് താഴെയുള്ള മറ്റ് ഓപ്ഷനോ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് MG കോളേജിന് കീഴിലുള്ള, അതായത് MG യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളാണ് MG യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അറിയുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു cap.mgu.ac.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ UG ഹോണേഴ്സ് ക്യാപ്പ് 2024 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോഗ്രാംസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോളേജുകളിൽ ബോണസ് പോയിന്റ്, അതായത് അലോട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് റിസോഴ്സ് എന്നുള്ള ഭാഗത്ത് ഈ ഒരു പ്രോസ്പെക്ടസും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും അതുപോലെയുള്ള മറ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് നോക്കുക. അതുപോലെ ഷെഡ്യൂൾ 2024 എന്നുള്ളടത്ത് ക്യാപ്പ് നോൺ ക്യാപ്പ് എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി കോട്ട, ആ ഒരു മാനേജ്മെൻറ്റ് കോട്ട പ്രവേശനം അറിയാനായിട്ട് നോൺ ക്യാപ്പും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഷെഡ്യൂൾ, അതായത് ഈ ഒരു മെറിറ്റ് കോട്ടയിലേക്കുള്ള, അതായത് ഈ ഒരു UG ക്യാപ്പിൻ്റെ ആ ഒരു ഷെഡ്യൂൾ അറിയാനായിട്ട് ക്യാപ്പ് എന്നുള്ളതിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു ക്യാപ്പിൻ്റെ ആ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് PDF രൂപത്തിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിട്ട് വരുന്നതായിരിക്കും. ഇനി ഒരു കോളേജസ് അറിയുന്നതിനായിട്ട് കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കോളേജസ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് MG യൂണിവേഴ്സിറ്റി അക്കാദമിക് സ്കൂൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള അക്കാദമിക് സ്കൂൾ ഏതൊക്കെയാണ്, അതുപോലെ അവിടെ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ എത്ര സീറ്റാണ് ഉള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഗവൺമെൻറ് കോളേജുകൾ ഏതൊക്കെയാണ്. അവിടെയുള്ള ആ ഒരു കോഴ്സുകൾ അറിയാനായിട്ട് ഇവിടെയുള്ള പ്ലസ് ഐക്കൺ നൽകിയിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എത്ര സീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അത് ഏത് തരം സ്ട്രീമാണ്, അതുപോലെ ആ ഒരു കോഴ്സിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്താണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗവൺമെൻറ് കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ള അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. അതുപോലെ എത്ര സീറ്റ് ഉണ്ട്, അതുപോലെ ആ ഒരു പ്രോഗ്രാമിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ആ ഒരു എന്താണ് സ്പെഷ്യലൈസേഷൻ എന്ന് കൊടുത്തിട്ടുണ്ടാകും. അത് സ്പെഷ്യലൈസേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ BCom ഹോണേഴ്സ് ആ ഒരു കോഴ്സിൻ്റെ, അതായത് ഇവിടെ ആ ഒരു മൂന്നാർ ഗവൺമെൻറ് കോളേജിൻ്റെ ആ ഒരു കോഴ്സാണ് കോർപ്പറേഷൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെൻ്റ് ആണ് ആ ഒരു കോഴ്സിൻ്റെ സ്പെഷ്യലൈസേഷൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതേസമയം നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ, അതായത് ഈ ഒരു മറ്റൊരു കോളേജിലുള്ള ആ ഒരു BCom ഹോണേഴ്സിൻ്റെ സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് ഈ ഒരു ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആൻഡ് അക്കൗണ്ടിങ് ആണ് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ കോഴ്സിനനുസരിച്ചും അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. അതുപോലെ എയ്ഡഡ് കോളേജസ് ഏതൊക്കെയാണെന്നുള്ളതും അവിടെയുള്ള ആ ഒരു കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ എയ്ഡഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി കോളേജ്, അതുപോലെ എയ്ഡഡ് ഫോർവേഡ് കമ്മ്യൂണിറ്റി കോളേജ്, സെൽഫ് ഫിനാൻസ് കോളേജ് ഏതൊക്കെയാണെന്നുള്ളത് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ എത്ര സീറ്റുകളുണ്ട്, അതുപോലെ എന്താണ് ആ ഒരു കോളേജിലെ കോഴ്സുകളുടെ ആ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ അടുത്തതായിട്ട് കോളേജ് സെൽഫ് ഫിനാൻസ് കോളേജ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് കോളേജ് ആയിരുന്നാലും നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ ആ ഒരു, അതായത് സെൽഫ് ഫിനാൻസ് കോളേജിലെ ഫീസാണ് ഈ ഒരു ഗവൺമെൻറ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലും വരിക. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ആ ഒരു കോളേജ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സാധാ സെൽഫ് ഫിനാൻസ് കോളേജിൽ വരുന്ന സെയിം ഫീസാണ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സെൽഫ് ഫിനാൻസ് കോളേജുകളിലും വരിക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് ഓപ്ഷൻസ് വെക്കുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എയ്ഡഡ് അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജുകളിലെ ഫീസിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് സെൽഫ് ഫിനാൻസ് കോളേജ് അത് ഗവൺമെൻറ്റിന് കീഴിലാലും അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജ് ആയിരുന്നാൽ ഗവൺമെൻറ്റിന് കീഴിൽ അല്ലാതെ കോളേജുകൾ ആയിരുന്നാൽ കൂടിയും ആ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ കൂടുതൽ ഫീസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ ഓരോ കോളേജിനുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു വീഡിയോ വഴി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.